അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാവരും ക്യാപ് കട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ക്യാപ് കട്ടിൽ പ്രോ ഫീച്ചേഴ്സ് എങ്ങനെ വരുത്താം, അതുപോലെ തന്നെ അത് വരുത്തി കഴിഞ്ഞിട്ട് നമുക്ക് വാട്ടർമാർക്കില്ലാതെ എങ്ങനെ അത് എക്സ്പോർട്ട് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് സൂപ്പർ VN പ്രോക്സി എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ VPN ചൂസ് ചെയ്യണം. ഫ്രാൻസിൽ 182 എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ലൊക്കേഷൻ. അപ്പം അത് വേണം നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ. കാരണം ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും പ്രോ ഫീച്ചേഴ്സും നമുക്ക് ലഭിക്കുക ഈ ഒരു VPNൽ നിന്നാണ്. അതുമാത്രമല്ല ഈ ഒരു ലൊക്കേഷനിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസേഴ്സ് ലഭിക്കുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്ത ശേഷം വേണം നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കണമെങ്കിൽ. അപ്പോൾ ഈ പ്രോ ഫീച്ചേഴ്സ് വന്നോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് മുകളിൽ കാണുന്ന ഒരു ഡയമണ്ട് ബട്ടൺ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോ ഫീച്ചേഴ്സ് ഇപ്പോൾ ലഭ്യമാണ്. അത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ക്ലോസ് ചെയ്തിട്ട് എടുക്കുക, അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രോ എഫക്ട്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം നമുക്ക് പ്രോ എഫക്ട്സ് ആണ്. ഇതെല്ലാം നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ താഴോട്ട് പോകുന്നതോറും നമുക്ക് ഒരുപാട് എഫക്ട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എഫക്ട്സ് ആണോ വേണ്ടത് അതെല്ലാം നിങ്ങളുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്ത് വെക്കുക. കാരണം ഇത് രണ്ടാമത് വന്നിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് അമുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രോ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്കത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഇത് ഫുള്ള് ക്ലോസ് ചെയ്ത് കളയുക. ഫുള്ള് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ VPN ഓണാക്കുക. VPN ഓണാക്കിയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഫ്രാൻസ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ കാണാൻ സാധിക്കുന്നതാണ് പ്രോ ഫീച്ചേഴ്സ് പോയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും എടുത്ത് നോക്കുക ക്യാപ് കട്ട്. അപ്പോൾ നമുക്ക് മുകളിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ആ ഡയമണ്ട് ബട്ടൺ പോയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രോ ഫീച്ചേഴ്സിൻ്റെ ഇത് പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി വീഡിയോ എടുത്തിട്ട് വാട്ടർമാർക്ക് ഇല്ലാതെ സുഖമായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും താഴെ വാട്ടർമാർക്കും ഇല്ല. ഇനി നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ എക്സ്പോർട്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം VPN ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സും എഫക്ട്സും എല്ലാം അവിടെ യൂസ്ഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ VPN ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, വാട്ടർമാർക്കില്ലാതെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഇതുപോലെ തന്നെ പ്രോ ഫീച്ചേഴ്സ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നേരെ VPN ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ക്ലോസ് ചെയ്തിട്ട് ആ പ്രോ ഫീച്ചേഴ്സിൻ്റെ ഫീച്ചർ അവിടെ മുകളിൽ നിന്ന് പോകുന്നത് വരെ നിങ്ങൾ ക്ലോസ് ചെയ്തെടുക്കുക. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോ ഫീച്ചേഴ്സ് ലഭിക്കും. അപ്പോൾ നിങ്ങൾ iOSൽ ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്കിൽ തൊട്ട് കയറിക്കോളൂ. അവിടെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ഫുൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാവർക്കും ലഭിക്കുന്നതല്ല, ജപ്പാൻ കൺട്രിയിൽ ചേഞ്ച് ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്നതാണ്. കുറേ പേര് ഓസ്ട്രേലിയയിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇതുപോലെ പെട്ടെന്ന് തന്നെ വാട്ടർമാർക്ക് ഇല്ലാതെ VPN ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് ജപ്പാൻ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഇത്ര ഫാസ്റ്റായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോ എഫക്റ്റും പരിചയപ്പെടുത്താനായിട്ട് ഇനിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.